പരാജയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്ന പാരമ്പര്യമുള്ള മണ്ഡലമാണ് വയനാട്. 5 തവണ തോറ്റ എം.ഐ. ഷാനവാസിനെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ 2 പരാജയങ്ങളുമായാണ് ടി സിദ്ദീഖ് എത്തുന്നത്. ചിറയൻകീഴിലും വടക്കേക്കരയിലും പട്ടാമ്പിയിലുമായി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച് 5 തവണ തോറ്റ UDF സ്ഥാനാർത്ഥിയായിരുന്നു എം.ഐ. ഷാനവാസ്. എന്നാൽ 2009 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാനവാസിനെ വയനാട്ടുകാർ പാർലമെന്റിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്ക് വരുന്നത് മുമ്പ് 2 തവണ തോറ്റ ടി സിദ്ദീഖ്. 100% വിജയപ്രതീക്ഷയുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിന് വയനാട് പാർലമെന്റിൽ ജയിക്കും. വയനാട് പാർലമെന്റിലെ ജനങ്ങളോട് ഒരു കാര്യം പ്രധാനമായി എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഒരു സന്ദർഭത്തിൽ പോലും വയനാട്ടിലെ ജനങ്ങൾക്ക് തലകുനിക്കേണ്ടതായ സാഹചര്യം വികസനത്തിന്റെ കാര്യത്തിലോ പ്രവർത്തനത്തിന്റെ കാര്യത്തിലോ എന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നമില്ല. വലിയ മാറ്റം വയനാട്ടിൽ കൊണ്ടുവരും. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലും കാസർഗോഡ് മണ്ഡലത്തിലും തോറ്റ സിദ്ദീഖിന് ഇനിയെങ്കിലും ജയിക്കണം. വയനാടിനെ അത് കഴിയുമെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് സീറ്റിനായുള്ള കടുംപിടുത്തം നടന്നത്. ഗ്രൂപ്പുകളുടെ വാശിയേറിയ മത്സരത്തിൽ ജയിച്ച് സീറ്റ് പിടിച്ചെങ്കിലും ടി സിദ്ദീഖിന് മുന്നിൽ കടമ്പകളേറെയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.